ഞാനിപ്പോ വനിതാ വിനീത പടം കണ്ട് ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ എന്നെ ഒരു അമ്മ വന്നിട്ട് രണ്ട് കൈയും ഇങ്ങനെ പിടിച്ചിട്ട് കാണുമ്പം ഒരു അടി തരണം എന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ പപ്പുചേട്ടന്റെ മോനെ അതിനെ കൊണ്ട് പറ്റും, അതിനെ കൊണ്ട് രക്ഷപ്പെടുന്നിട്ട് അടി കിട്ടാണ്ട്. അത് തരുണിന്റെ പണിയാണത്. തരുൺ ചെന്ന് നമുക്കിത് പറയും ചെലവിൻ ചേട്ടാ, ഞാൻ പറഞ്ഞു ഈ എന്നെ പോയി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടാളും കൂടിയാ പോയത്. തരുൺ ലാലേട്ടനോട് അപ്പോഴാണ് ലാലേട്ടൻ കൂടെ പറഞ്ഞത്, നിങ്ങളെങ്കിൽ വാഴത്തണ്ട് പറയാ. മാമിന് ആ വാഴത്തണ്ടും വലിയ ഐഡിയ കിട്ടിയില്ല. അല്ല മൂപ്പത്തിക്ക് അതെന്താന്നുള്ളത് ട്രോളാണെന്നുള്ളത് കിട്ടിയിട്ടില്ല. മൂപ്പത്തിനെ കൂടെ എന്നെ നീங்க എല്ലാരും സ്ഥിരിക്കണീ. അപ്പൊ മാമിനോട് തരുൺ പറഞ്ഞു ഇങ്ങനൊരു ട്രോള് വന്നിരുന്നു, ലാൽ സാറിന്റെ ട്രോളാണ് അത്, ലാൽ സാറിനെ കൊണ്ട് തന്നെ പറയിക്കുക. തരുൺ സാർ ഇന്നൊരു സീൻ ചെയ്യണം എന്ന് പറയുമ്പോ സാർ പറയും ഇന്നതാണ് ചെയ്യേണ്ടത്. പക്ഷെ വിനേട്ടറല്ല എന്ത് ചെയ്യണ്ട എന്നാണ് ആദ്യം പറയാ. അത് പറയാനാണ് വെച്ചിരിക്കുന്നത്. പിന്നെ എപ്പോഴും ഫുൾ ടൈം ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇതെങ്ങനെ ഇത്ര എനർജിക്ക് ഫുൾ ഡേ ഇങ്ങനെ ഇരിക്കുന്നത്. അത് മാമിന്റെ കൂടെ ഒരു ഇത് വരും. ഇവൻ ലാൽ സാറിന്റെ കൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെരിവ് എന്തായാലും ഉണ്ടാവും. സത്യമായിട്ടും ഞാനിങ്ങനെ കോസ്റ്റ്യൂമിൽ ആള് പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ നിന്നപ്പോ ഇങ്ങനെ ചെരിഞ്ഞുണ്ടായിരുന്നു. അതേ ദിവസം തന്നെ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുമ്പോ ഇതേത് മോഹൻലാൽ, ഞാൻ എവിടെ തിരിഞ്ഞു നോക്കിയിട്ട് നീ എന്തെങ്കിലും ചെരിഞ്ഞടക്കണ. ഓക്കെ അപ്പൊ ഇന്ന് ചെരുവ് മോക്ക കിട്ടിയതൊക്കെ ചെറിയൊരു ചെരുവ്. നമ്മളത് വിത്തിൻ 48 hours ആണ് ഞങ്ങൾ ഫുൾ പാട്ട് ഷൂട്ട് ചെയ്തത്. അത് ഒരുവിധം ആർക്കും അറിയില്ല. ഞാൻ ഒരുപാട് ഇപ്പൊ പറയുന്നത് 48 മണിക്കൂറിനെ കൊണ്ടാണ് ഞങ്ങൾ ആ പാട്ട് ഷൂട്ട് ചെയ്തത്. ഓൺലൈൻ തരുൺ ചേട്ടൻ പണ്ട് ഞാൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പറയുന്നത് സെറ്റിൽ ഏറ്റവും കൂടുതൽ കേൾക്കാവുന്ന ഒരു ശബ്ദം ഉണ്ടെങ്കിൽ അന്ന് ചീഫ് അസോസിയേറ്റിന്റെ ആയിരുന്നു. അത് അന്നത്തെ ചീഫ് അസോസിയേറ്റ് ഇന്നത്തെ കോ ഡയറക്ടറാണ് വിനുപ്പു. ഞാൻ ചോദിച്ചു മിൻചേട്ടന്റെ ശബ്ദം അത്ര ഒച്ചയിലൊക്കെ കേൾക്കും, എവിടെ കേൾക്കുന്ന അറിയുമെന്ന് പറഞ്ഞു. എന്താണ് ഈ കോ ഡയറക്ടർ ആൻഡ് ആക്ടർ വിനുപ്പുവിന്റെ ഡിഫറൻസ്? കൂടെ വന്നാന്നും നോക്കണ്ട പറഞ്ഞു. അല്ല എൻ്റെ അടുത്ത് തരുൺ സാർ ഇന്നൊരു സീൻ ചെയ്യണം എന്ന് പറയുമ്പോ സാർ പറയും ഇന്നതാണ് ചെയ്യേണ്ടത്. പക്ഷെ വിനേട്ടറല്ല എന്ത് ചെയ്യണ്ട എന്നാണ് ആദ്യം പറയാ. അത് പറയാനാണ് വെച്ചിരിക്കുന്നത്. പിന്നെ എപ്പോഴും ഫുൾ ടൈം ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇതെങ്ങനെ ഇത്ര എനർജിക്ക് ഫുൾ ഡേ ഇങ്ങനെ ഇരിക്കുന്നത്. ഇന്നലെ ഒരു മണി 1:30 വല്ല അങ്ങാണ്ടായി വീട്ടിലെത്തിയപ്പോ. നാളെ നേരത്തെ എണീക്കണം. എന്നിട്ട് എനിക്ക് 4 മണിക്കൂർ എങ്ങാണ്ട് കിട്ടിയുള്ളൂ ഉറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ രാവിലെ ഇവിടെ എത്തിയപ്പോ അതേ എനർജി എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വെറുതെ സെറ്റിലിരിക്കും കുറച്ചേരം. ഞാൻ ആയോ സമയമായോ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ എത്തി നോക്കും. ഇടയ്ക്ക് വല്ല മൂഡ് സ്വിങ്സ് ഒക്കെ പറയാൻ കേട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ ചിരിക്കായിരിക്കും. എന്നിട്ട് ഇടയ്ക്ക് എന്താ ഒന്നുമില്ല ഒരു എന്താ പറയാ ഫുൾ എനർജി ഫുൾ. അതാണ് ഡെഫിനിഷൻ. തരുൺ ചേട്ടനെ പറ്റി മുമ്പ് നമ്മൾ സംസാരിച്ചപ്പം സൗദിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ആൾക്കൂട്ടം നിൽക്കുവാണെങ്കിൽ ചൂണ്ടിയിട്ട് പറയും ഇതയാള്. അപ്പം ബിൻചേട്ടൻ പറഞ്ഞ ആ ഒരു മോഡുലേഷൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആരാ ഏതോ ഒരാളെ പിടിച്ചു. ഇതില് കാസ്റ്റിംഗ് പ്രകാശ് വർമ്മ അത് ഞാനിങ്ങനെ എടുത്തു വെച്ച ചോദ്യമാണ്. ഫോൺ കണ്ടുപിടിച്ചു കൊടുക്കുന്ന ആളാണ്. അത് നിങ്ങൾക്ക് ഇനി ആഡ് ഫിലിം പരിചയമാണോ എന്ന് ഞാനിങ്ങനെ ഓർക്കരുത്. ഇല്ല ഇവൻ ഒരു ക്യാരക്ടർ ആലോചിച്ച് കഴിഞ്ഞാൽ ഇവന് ആ ക്യാരക്ടറിന് ഒരു രൂപമുണ്ട്. ഇവൻ അയാളെ അങ്ങനെ ഒരാളെ എവിടെന്നെങ്കിലും ഇവൻ കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ ആലോചിച്ചിങ്ങനെ പറയും അവിടെ ഉണ്ടാവും നമുക്ക് ഇന്നൊരാളെ ഞാൻ കണ്ടു ഒന്ന് അന്വേഷിക്കാവോ. അങ്ങനെ ഇവൻ ഈ പെർട്ടിക്കുലർ ക്യാരക്ടറിനെ നമുക്ക് നമുക്ക് ഒരു പുതിയൊരു ആർട്ടിസ്റ്റിനെ അല്ല നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളെ ഏതെങ്കിലും കോ സ്റ്റാർസിനെ കൊണ്ടുവന്ന് ചെയ്യിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്ര സീക്രസി ഉണ്ടാവില്ല. അല്ല ഫ്രഷ്നെസ്സിനല്ല ഈ ആ മാറ്റർ നമുക്ക് ഡെഫിനറ്റ്ലി ആള് ചിരിച്ച് ഫസ്റ്റ് വന്ന് കാറോ ആര് പിടിച്ചു ബെന്നിയോ എന്ന് ചോദിക്കുമ്പോ ഇവൻ എന്തിന്റെ കിഴപ്പാണ്. ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട് ഒരു സ്വയം പൊങ്ങിയാണ്. കാരണം അയാളത് എപ്പോഴും പറയുന്നുണ്ട് ജോർജ് സാർ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്, ജോർജ് സാറിനോട് താങ്ക്സ് പറ. അപ്പം
അങ്ങനെ ഒരു ആളെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ആ ഒരാളെ കൊണ്ടുവന്നത് വെറുതെ അല്ല എന്നുള്ളത് ഓഡിയൻസിന് കിട്ടും. അതെ തീർച്ചയായിട്ടും ഇത്ര വെയിറ്റേജ് ഉള്ള ഒരു ആക്ടറിനെ കൊണ്ടുവന്ന് വെച്ച് വെക്കുമ്പോൾ എന്തെങ്കിലും കാണും, ഡെഫിനറ്റ് എന്തെങ്കിലും കാണും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യും. അത് പുതിയൊരാളാണെങ്കിൽ കാരണം അപ്പത്തേക്ക് ബെന്നി ആവശ്യത്തിന് കുറപ്പിച്ചിട്ടുണ്ട്. എല്ലാം ബെന്നിന്റെ തലക്ക് വെച്ച് കൊടുത്തിട്ട് അത് നിൽക്കുന്ന മൊമെന്റിൽ പുള്ളിക്ക് സൈലന്റ് ആയിട്ട് എൻട്രി ചെയ്യാൻ പറ്റും, സൈഡ് കൂടെ എൻട്രി ചെയ്യാൻ പറ്റും. അതെ ശരിക്കും മറ്റേ ദിലീഷ് ചേട്ടന്റെ ടമാർപ്പടാറ് പോലത്തെ ഒരു പരിപാടിയായിരുന്നു. കാറ് വന്ന് കാട്ടിൽ വന്ന് നിർത്തുന്ന വരെ പുള്ളിന്റെ മുഖത്ത് ചിരി തന്നെയോ. ആ ചിരിയെ പുള്ളിക്ക് ഒരു ഡിമ്പിൾ ഉണ്ട്, ആ ഡിമ്പിൾ ചിരി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വരെ ഡിമ്പിൾ ചിരി എങ്ങനെയൊക്കെ യൂസ് ചെയ്തോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങളത് നമുക്ക് ആ ചിരിയാണ് ഇത് ക്യൂട്ട് ചിരിയാ, പക്ഷെ അത് അങ്ങേ അറ്റം വേറൊരു രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്തെന്നുള്ളതാണ്. പുള്ളി ആക്റ്റീവ് കാരണം പുള്ളി പണ്ടത്തെ ആഗ്രഹങ്ങളൊക്കെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു, പക്ഷെ പുള്ളി ഇങ്ങനെ ഒരു റോള് നിങ്ങൾ കൊടുത്ത് മുന്നിൽ ഡയറക്ടർ എന്തായാലും ഉണ്ടാവും. പക്ഷെ അതിനെ വലിച്ച് പുറത്തേക്ക് ഇടുക എന്നുള്ളതല്ല തരുൺ മൂർത്തിന്റെ പരിപാടി. കാരണം മോഹൻലാലിന്റെ കൂടെ നിൽക്കുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുമ്പോ അത്രയും സ്ട്രോങ് ആയാൽ മാത്രമേ, എപ്പോഴും അങ്ങനെ പറയുമല്ലോ നായകന്റെ പവർ എപ്പോഴും അപ്പുറത്ത് നിൽക്കുന്ന പവറാണ്. അപ്പൊ ആ രീതിയിലേക്ക് പുള്ളിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഡെഫിനറ്റ്ലി പുള്ളിക്ക് പുള്ളിയുടേതായ ടെൻഷൻ ഉണ്ട്. സീലേക്ക് നമ്മൾ ആരും ടെൻഷൻ ഫ്രീ അല്ല. കാരണം നമ്മൾ ഇപ്പം സീലേക്ക് അതിപ്പോൾ നമ്മൾ അഭിനയിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഇതിന്റെ മുന്നിൽ ചെയ്ത് ഈ കഥാപാത്രത്തെ ചെയ്തില്ല, നമ്മൾ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ചെയ്യാൻ പോണത്, എങ്ങനെയാണ് അപ്പം നമ്മൾ അഭിനയിക്കാൻ പോണത് എന്നുള്ളത് നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല. നമ്മളത് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ കാണുന്നത് നമ്മൾ എങ്ങനെയാണ് ചെയ്തത്. അപ്പം പുള്ളിക്ക് പുള്ളിയുടെ ടെൻഷൻസ് ഉണ്ടായിരുന്നു. അവൻ ബട്ട് ലൈക്ക് വെൽ എക്സിക്യൂട്ടഡ് ആയിരുന്നു. തരുൺ അത് കറക്റ്റായിട്ട് വലിച്ച് പുറത്തു. അതറിയാം ഇതില് കണ്ടത് നിജം, വെട്ടിയിട്ട വാഴത്തണ്ട്, പിന്നെ കഞ്ഞി എടുക്കട്ടെ, പവിത്രം ഫ്ലോർ മില്ല്, കുറെ സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ലാലേട്ടനും ശോഭന മാമും ഇത് എല്ലാം ശോഭന മാമിന് എല്ലാം കിട്ടിയായിരുന്നോ ഈ ഡയലോഗുകളൊക്കെ? പുള്ളിക്കാരി ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? പുള്ളിക്കാരിക്ക് ഈ നമ്മുടെ കഞ്ഞി അത്ര മനസ്സിലായില്ല. അത് തരുണിന്റെ പണിയാണത്. തരുൺ ചെന്ന് നമുക്കത് പറയും ചില ചേട്ടാ ഞാൻ ഈ എന്നെ പോയി പറഞ്ഞു. ഞങ്ങൾ എട്ടാളും കൂടിയാണ് പോയത്. തരുൺ ലാലേട്ടനോട് പറഞ്ഞു. അപ്പോഴാണ് ലാലേട്ടൻ കൂടെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ വാഴത്തണ്ട് പറയാം. മാമിന് ആ വാഴത്തണ്ടും വലിയ ഐഡിയ കിട്ടിയില്ല. അല്ല മൂപ്പത്തിക്ക് അതെന്താന്നുള്ളത് ട്രോളാണെന്നുള്ളത് കിട്ടിയിട്ടില്ല. മൂപ്പത്തിന് കൂടെ എന്നെ നീங்க എല്ലാരും സ്ഥിരിக்கிறீங்க. അപ്പൊ മാമിനോട് തരുൺ പറഞ്ഞു ഇങ്ങനൊരു ട്രോള് വന്നിരുന്നു, ലാൽ സാറിന്റെ ട്രോളാണ് അത്, ലാൽ സാറിനെ കൊണ്ട് തന്നെ പറയും. സെൽഫ് ട്രോള് ഭയങ്കര രസമായിരുന്നു. കണ്ടത് നിജമായിരുന്നു. ആൾക്കാർ പ്രതീക്ഷിക്കാത്തൊരു പരിപാടി. അതെങ്ങനെ അതും സ്പോട്ടാ? മിസ്റ്റർ തരുൺ മൂർത്തിയുടെ കലാവിരുതാണ്. അതിലെ എപ്പോഴും ഒരു റിസ്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പടം തുടങ്ങുന്ന രീതിയിലും അവസാനിക്കുന്ന മറ്റു രീതിയിലുള്ള പടം, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് അങ്ങനെ എലിവേറ്റ് ആവുന്ന പടത്തില് ഈ സ്പൂഫും കോമഡിയും ട്രോളും ഒക്കെ കൊണ്ടുവരുന്ന ഇല്ല. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് ഒരു റിസ്ക് എലമെന്റ് ചെറുതായിട്ടുണ്ടാവില്ല. ഈ ആ ഒരു ഫസ്റ്റ് ഹാഫിന്റെ ഒരു തമാശ ഉണ്ടല്ലോ ഇവരൊക്കെ ഉള്ള, നമുക്ക് നമ്മൾ ഭയങ്കരമായിട്ട് അത്രയും ഹാപ്പി ആയി പോകുന്ന ഒരു ഫാമിലിയിലേക്കാണ് ഇങ്ങനെ രണ്ടാൾക്കാർ കയറി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇതാക്കി കൊടുക്കുന്നത്. അങ്ങനെ ആ ഫാമിലി എന്താണെന്നും അവരെ ഇങ്ങനെ ഇത്രയും വർഷമായിട്ട് അവിടെ ജീവിച്ചു പോയിട്ട് അവർക്ക് ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, ഇതിന്റെ അകത്ത് 2 പേര് കാരണക്കാരാ വേറെയും. ഒന്ന് മിസ്റ്റർ സംഗീത് പ്രതാപും ഒരു അബിൻ ബിനോയും കാരണക്കാരാ. അവര് 2 പേരും ഇതിന് കാരണക്കാരാണ്. അവരില്ലെങ്കിൽ അവരിപ്പോ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. അവരെ നേരേക്ക് തിരിച്ചില്ല. അബിൻ ബിനോ സംഗീത ഒരു പോക്ക് ആദ്യം പോയി, അതിന്റെ പിന്നാലെ അബിൻ ബിനോ അവസാനം വരുന്നത്. സംഗീത് അവരുടെ റോളുകളാണ് മറ്റേ ഇമ്പോർട്ടൻസ് ഉള്ള. അവര് ഇത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ കഥയില്ല. ആ കുടുംബം ഹാപ്പി ആയിട്ട് ജീവിച്ചു പോയത്. ഇതിലെ കാറ്, സ്പ്ലെൻഡർ ബൈക്ക് ഇത് ഫിക്സ് ചെയ്യുന്ന കാരണം അതും ഇമ്പോർട്ടന്റ് ആണല്ലോ. എന്ത് കാർ ഇയാൾ ഓടിക്കണം, എന്ത് ബൈക്ക് ഇയാൾ കൊണ്ട് നടക്കണം, അംബാസഡർ എന്നുള്ളത് കറുപ്പ് അംബാസഡർ എന്നുള്ള, അല്ലെങ്കിൽ അത് കഥയിൽ തന്നെ നമ്മൾ ഇത്രയും പഴയ വണ്ടി. പക്ഷെ അത് സുനിലേട്ടന്റെ കഥയിൽ തന്നെ 2 വണ്ടിയായിരുന്നു. അത് ലൈക്ക് 2 കാറ് ഉണ്ടായിരുന്നു നമുക്ക്. കാരണം എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ അടുത്ത യൂസ് ചെയ്യാൻ വേണ്ടി ഒരേ മാരത്തെ രഞ്ജിത്തേട്ടൻ 2 എണ്ണം കണ്ടുപിടിച്ച് ഒരേ മാതിരി സെറ്റ് ചെയ്ത് അത് നോക്കാൻ ആനയെ നോക്കുന്ന മാതിരി അതിന് 2 പാപ്പാന്മാരും ഉണ്ടായിരുന്നു, 2 ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു. അവരാണ് അത് ടേക്ക് കെയർ ചെയ്യുക, അവരാണ് അത് സെറ്റ് കൊണ്ടുവരിക. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ചോദിക്കും
കാറ് വേണോ എന്ന് ചോദിക്കുമ്പോൾ 2 കാറും കൂടെ വന്ന് വെക്കും. സോ ലൈക്ക് അത് പിന്നെ സ്പ്ലെൻഡർ ബൈക്കുകൾ നമ്മളത് ലിസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ അത് ഞാൻ ലിസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മൾ അത് ആക്ച്വലി അബിൻ ബിനോന്റെ ബൈക്കാണ്, സ്പ്ലെൻഡർ ബൈക്ക് അബിൻ ബിനോന്റെ. അപ്പം നമുക്ക് അതൊരു സ്പ്ലെൻഡർ ബൈക്ക് ആയിരിക്കണം. കാരണം ഈ വർക്ക്ഷോപ്പ് നടത്തുന്നവരോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നവരോ അവരെ വണ്ടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ ഭയങ്കര ഭയങ്കര തിളക്കത്തോടെ നടക്കും. അപ്പം നമ്മൾ അങ്ങനെ സ്പ്ലെൻഡറും അതിന്റെ ഹാൻഡിൽ നമ്മൾ വേറെ രീതിയിൽ, അതായത് സ്പ്ലെൻഡർ ബൈക്കിന്റെ ഹാൻഡിൽ അല്ലാത്ത ഹാൻഡിൽ അതിനൊരു റേസിംഗ് മെത്തേഡും, അതായത് അവന്റെ വണ്ടിയാണ്, അവനത് അത്രയും വൃത്തി കൊണ്ടു നടക്കുന്നതാണ്. അതിന് ഓരോ വണ്ടികൾ നമ്മൾ പിക്ക് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ കഥയോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കഥക്ക് അത് ചേരൂ എന്ന് അതിന്റെ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് തന്നെയാണ് ഓരോന്നും പിക്ക് ചെയ്യുന്നത്. വിജയ് സേതുപതിയുടെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് നമുക്ക് അതെന്താണ് ക്യാരക്ടർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാന്നുണ്ട്. എങ്ങനെ പുള്ളിയുടെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഒബിയസ്ലി. ഞങ്ങൾ കൂടുതൽ വിജയ് സേതുപതി ഉണ്ട്, കണ്ടുണ്ടോ? എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ സനു എം രാജു, അവരെ കാണാൻ ഭയങ്കര വിജയ് സേതുപതി. ഞാൻ ആദ്യം വിളിച്ചോണ്ടിരുന്നത് അത് ലാലേട്ടർ വിലങ്ങനെ അത് തന്നെ അവര് ഭയങ്കര വെരി സിമിലർ. അപ്പൊ ആണോ ഇനി അയാളുടെ ഒട്ടിച്ച ഫോട്ടോ ഞങ്ങൾ കണ്ടത്? ഞങ്ങള് പറഞ്ഞ കാരണം ആ ബോഡി അകത്തേക്ക് എടുക്കുന്നത് അത് സനുവാണ്. അതിന്റെ ഇൻ കേസ് കാറ്റടിച്ചത് മാറിപ്പോയാലും കണ്ടാലോ സൈഡെങ്കിലും. ഞങ്ങളത് പറഞ്ഞപ്പോ അതിനെ മഴ അനുസരിച്ചുണ്ട്. അല്ല പുള്ളിയോട് പറഞ്ഞായിരുന്നു വിജയ് സേതു പറയാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തായിരുന്നു ശരിക്കും പുള്ളിയുടെ ഒരു ഇങ്ങനത്തെ ഒരു പടം, മോഹൻലാൽ പടം എന്നൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ടാവും. പിന്നെ രഞ്ജിത്തേട്ടനും തരുണും ഡീൽ ചെയ്യല്ലോ. പിന്നെ നമ്മള് ആ ഭാഗത്തേക്ക് പോണ്ട, അതൊക്കെ അവരെ നിലക്ക് വെച്ചു കൊടുക്കും. CI ജോർജ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇപ്പൊ SI ബെന്നി പോലെ. ഓ എന്റെ അമ്മേ, SI കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആണെങ്കിലും ജോർജ് സാറിന് നല്ല പേടിയുണ്ടായിരുന്നു. വേനിപ്പിക്ക് എന്നാണ് പറയുന്നത്. കാരണം എനിക്കറിയാം എത്ര വേനിപ്പിച്ചാലും എത്രയും വേനയാവില്ല. മറ്റേത് പ്രകാശ് സാർ എങ്ങാനും വേദനിപ്പിച്ചാൽ അത് അങ്ങനെയല്ലായിരുന്നു. ഞാൻ കുഴപ്പമില്ല, ഞാൻ അടി എനിക്ക് ഇഷ്ടമാണല്ലോ. അത് ഇവര് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ തരുൺ സാർ വരും, ഇങ്ങനെയാണ് അടിക്കേണ്ടത്. കാരണം ഷാജ് സാർ പറഞ്ഞ് ഇത് വെച്ചടിക്കുന്ന മാതിരി ഉണ്ട്. എന്നിട്ട് ഓരോ ആൾക്കാരും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെയാണ് അടിക്കേണ്ടത്. എന്നിട്ട് ക്യാമറമാൻ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെയാണ് അടിക്കേണ്ടത്. അത് എന്നിട്ട് അവസാനം ഓക്കെ ആയി, അടിസീൻ ഓക്കെ ആയി. ഇങ്ങനെ വായിൽ വെക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അവസാനം ഒറിജിനൽ ജോർജ് സാർ ഇറങ്ങി വന്ന് അവസാനം ശരിക്കും ആ ഒരു ഇത് ഞാൻ ശരിക്കും ആ ഒരു മുഖം കണ്ട്, പുള്ളിയുടെ നല്ലൊരു സ്ട്രോങ് മുഖം കണ്ടു. അത് ശരിക്കും എനിക്ക് കൊണ്ട് ആ ഒരു ഓറയും കൊണ്ട് വേദനയും കൊണ്ട് ശരിക്കും എക്സ്പ്രഷൻ വന്നു. അത് ബാക്ക് ക്യാമറ ആണെങ്കിലും അത് ശരിക്കും മൂപ്പർക്ക് ആ ഒരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു. ആ ഒരു പേടിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് മൂപ്പര് ഭയങ്കര കൺസേൺ ആയി. അയ്യോ കുഴപ്പമുണ്ടോ, എന്തോ ചെറുതായിട്ടൊന്ന് ചുണ്ട് പോയി. ശോഭനയോട് ഇറങ്ങി വന്നിട്ട് ഇതെന്താണ് കാണിച്ചു വെച്ചത്, അയ്യോ പാവം കൊച്ചു. എക്സ്പ്രഷൻ പുള്ളിയുടെ മുഖത്തെത്തി. കാരണം എന്താ വെച്ചാല് ആ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വായോറക്കടി എന്ന് പറയുന്നതിൽ ഇങ്ങനെ സ്ലിപ്പായി നേരെ ചുണ്ടിനുമുണ്ട്. ചുണ്ടും പല്ലും തട്ടിയിട്ട് ഇവിടെ പൊട്ടിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടി ചെറുത്. ഇവള് സംഗതി അത് പൊട്ടിയതല്ല, സംഗതി പ്രകാശന്റെ മുഖം കണ്ടിട്ട് ശരിക്ക് പോയി, ശരിക്കും വെള്ളം പേടിച്ചു. ഇവള് ഒന്നായിട്ട് പേടിച്ചു. പ്രകാശനെ എല്ലാരും വിചാരിക്കും പടത്ത് കാണുമ്പോ ഞാനാണ് കൂടുതൽ പേടിപ്പിച്ചത്. നമ്മള് പ്രകാശനെ കണ്ടിട്ടാണ് പേടിച്ചത്. നന്നായി പേടിച്ചില്ല, നന്നായി പേടിച്ച് ഇവള് ഒന്നല്ല നല്ല രീതിയിൽ പതറി. കാരണം മൂപ്പര്
അയ്യോ പുള്ളി കട്ട് പറയലും പുള്ളി അയ്യോ കാരണം പുള്ളിക്കും ഇവിടെ ഇതേ പ്രായത്തിൽ മോളുണ്ട് പുള്ളി വാൻ കാണിച്ചാൽ അയ്യോ അയ്യോ എന്നിട്ട് ഐസാണോ ഇങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. മാഡം വന്ന് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, മാങ്ങയൊക്കെ മുറിച്ച് കൈക്ക് എന്നിട്ട് ഐസാണോ ഇതിന് പ്രശ്നമുണ്ടോ, അയ്യോ സോറി, ഫുള്ള് സോറി പറച്ചില്ലായിരുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, മുറിഞ്ഞതല്ലായിരുന്നു, അത് മനസ്സിലാവും. ഞാൻ പ്രകാശേട്ടാ മുറിഞ്ഞതല്ല, നിങ്ങളുടെ മുഖത്തെ ഭാവം മേടിച്ചത്. അല്ലാണ്ട് ഓക്ക് അതല്ല പ്രശ്നം, ഓളെ പ്രശ്നം വേറെയാണ്. നിങ്ങളെ കണ്ടിട്ട് ആകെ കിളി പോയതാണ്. ഞാൻ അത് തിയേറ്ററിൽ പ്രേക്ഷകരെ മൊത്തം ഉണ്ടായിരുന്നു അതേ ഭാവം. അതുപോലെ ഇപ്പൊ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ ഷാജികുമാർ സാറ്, കാരണം എത്രയോ വർഷത്തെ എക്സ്പീരിയൻസാ. പക്ഷെ നിങ്ങളുടെ ഒരു ടീമിലേക്ക് പുള്ളി ജോയിൻ ചെയ്യാൻ വരുന്നതാണ്. നമ്മൾ രാജേട്ടന്റെ പടങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. നരൻ ഒക്കെ നമ്മൾ അങ്ങനെയും കണ്ട് ആസ്വദിച്ച സിനിമയാണ്. പുലിമുരുകൻ, നരൻ, ലാലേട്ടന്റെ തന്നെ ഏറ്റവും അങ്ങനത്തെ പടങ്ങൾ. ഷാജിയേട്ടൻ വളരെ സീനിയർ ഫൈറ്റ് നല്ല രസമായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സീനിയർ ആയിട്ടുള്ള ടെക്നീഷ്യനാണ്. അപ്പം പുള്ളി വന്ന് പുള്ളി വൻ പുള്ളിയാണ്. പിന്നെ ഷാജിയേട്ടൻ തൊപ്പിട്ടിട്ടാ വരിക. ഷൂട്ടില്ലാത്ത ദിവസം തൊപ്പിണ്ടാവും, വേഗം തിരിച്ചറിയാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് ഷാജിയേട്ടൻ ചില ദിവസങ്ങൾ ഷൂട്ടില്ലാത്ത ദിവസമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഷാജിയേട്ടൻ പെട്ടെന്ന് നോക്കി നമ്മൾ മൈൻഡ് തൊപ്പില്ലാതെ കൊണ്ട് തിരിച്ചറിയാൻ പറ്റിയില്ല. അതുപോലെ പറയേണ്ട പേരാണ് നിഷാദ് ഖാൻ. ഇപ്പൊ വ്യക്തിപരമായി എനിക്കും ഒരു നമുക്കിപ്പം ഇറങ്ങിക്കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന പോലെ ഒരു വിളി അങ്ങോട്ട് ഉണ്ടാവേണ്ടതായിരുന്നു ശരിക്കും. അപ്പൊ വിൻചേട്ടൻ ആ ഒരു ഫോട്ടോ ഇട്ടിരുന്നു, ഷഫീഖും നിഷാദക്കും കൂടെയാണ് എഡിറ്റ് ചെയ്തത്. അത് ഗംഭീര നിഷാദുമായിട്ട് 5ാമത്തെ സിനിമയാണ്. അതെ, അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന 5ാമത്തെ സിനിമ. അതുപോലെ നമ്മൾ ഒരുപാട് ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ് അവളിവിടെ വർക്ക് ചെയ്യുമ്പോൾ. പെട്ടെന്ന് അങ്ങനെ ഒരു വിയോഗവും എല്ലാം കൂടിയും ആകെ ഒന്ന് ചെറുങ്ങനെ താളം തെറ്റിയിരുന്നു. ലൈക്ക് ഈവൻ തരുണിന്റെ ഒരു ഭയങ്കര ഒരു സ്ട്രോങ് ഹോൾഡ് ആയിരുന്നു നിഷാദ്. പിന്നെ നിഷാദ്ക്കുള്ള പടങ്ങളിലെ എല്ലാവർക്കും നിഷാദ്ക്ക് ഒരു ഭയങ്കര സ്ട്രോങ് ഹോൾഡ് ആയിരുന്നു തരുണിന്റെ. കാരണം തരുണിന്റെ തുടക്കം മുതലുള്ള ആളായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മളിപ്പം ഷഫീഖ് വന്നു. ഷഫീഖ് നമ്മുടെ പടത്തിന്റെ 3rd ഷെഡ്യൂളിലാണ് ഷഫീഖ് ജോയിൻ ചെയ്തത്. സോ ലൈക്ക് ഇത് സ്പോട്ടിന് വേണ്ടി ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഷഫീഖ് വന്ന് അപ്പം നമ്മളാ ഫൈറ്റ് മുതലാണ് നമ്മളെ 3rd ഷെഡ്യൂള്. അപ്പം ആ ക്ലൈമാക്സ് ഫൈറ്റ് ഞങ്ങൾ ഷെഡ്യൂളിലൊക്കെ പോകുമ്പോൾ അവിടെ വന്ന് എഡിറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് പിന്നെ ഇവൻ്റെ സ്പോട്ട് ഒക്കെ ഭയങ്കരമായിട്ട് അത് വർക്ക് ആവുന്നുണ്ട്. കാരണം ഇതിന്റെ പണി കുറയും എന്നുള്ളൊരു ഇതിലായിരുന്നു ഉണ്ടായത്. അപ്പം ഡെഫിനറ്റ്ലി ലൈക്ക് അത് തരുണെന്തോ ഒരു ഉൾവിളി കാര്യമുണ്ട്. തരുൺ നമ്മൾ പടം കഴിയുന്നതിന്റെ നമ്മൾ പാക്കപ്പ് വിളിക്കുന്നതിന്റെ മുന്നേ ഷഫീഖിന് അതൊരു ഇതുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ നിർത്തിയോടത്തുനിന്ന് തുടങ്ങുന്നതിന്റെ ഒരു, അതും ഇങ്ങനെ ഒരാള് നിർത്തിയോടത്തുനിന്ന് തുടങ്ങുന്നതല്ലേ. അല്ല ലൈക്ക് തരുണിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ലൈക്ക് ഇറ്റ്സ് കംഫർട്ടബിൾ. ലൈക്ക് നമ്മൾ ഡെഫിനറ്റ്ലി ലൈക്ക് അത്രയും വലിയൊരു ഉത്തരവാദിത്തമാണ് ഷഫീഖ് എടുത്തത്. കാരണം ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാർ പിന്നെ അത് സംസാരിക്കുകയും ചെയ്യും അല്ലേ. കാരണം അപ്പം അത്രയും വലിയൊരു ഇതാണ്, അത്രയും വലിയൊരു ഉത്തരവാദിത്തമാണ് അവന് രഞ്ജിത്തേട്ടനും തരുണും കൂടി കൊടുത്തത്. സോ ലൈക്ക് അവന്റെ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്തു. അപ്പം അതില് യാതൊരു കണ്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട ആളാണ് മിസ്റ്റർ ജെയ്ക്സ് ബിജോയ്. അതെ, ഞാൻ പറയാൻ ചോദിക്കാൻ കാരണം ഈ പടത്തിന്റെ ഇമോഷണൽ സൈഡ് ആയാലും ഹൈ തരുന്ന സൈഡ് ആയാലും ഇനീഷ്യലി നിങ്ങളുടെ ആ വീട്ടിലേക്ക് കേറുമ്പോൾ നമ്മുടെ മിഴിയോരം പാട്ട് തൊട്ട് തുടങ്ങുന്ന അവിടെ തൊട്ടേ പ്രേക്ഷകൻ ആ ബാക്ക്ഗ്രൗണ്ട് ഭീകര പണിയാണ് എടുത്തത്. പിന്നെയും അതിന്റെ കൂടെ തന്നെ ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരാളും കൂടി ഉണ്ട്, വിഷ്ണു കോവിൽ. ഓഡിയോഗ്രാഫി, കാരണം ഓഡിയോഗ്രാഫി നമുക്ക് കിട്ടുന്ന ഓരോ ഇടിയും നെഞ്ഞത് കിട്ടുന്നതും ഒക്കെ നമുക്ക് കൊള്ളുന്നത്. ഞങ്ങളിപ്പോ തിയേറ്റർ വിസിറ്റിന് പോകുമ്പോൾ വിഷ്ണു ഞങ്ങളെ കൂടെ പോലീസിന്റെ ഭാര്യയാണ്. നേരെ എനിക്ക് സൗണ്ട് കേൾക്കണം ആദ്യം എത്ര വെച്ചേക്കണതൊക്കെയാണ്. കാരണം ഈ ഓഡിയോഗ്രാഫി ഒക്കെ ഇതിന്റെ പുറകിൽ എടുക്കുന്ന ജോലിയൊക്കെ എന്താണ് ഇവർ തരുന്നത്, അല്ലെങ്കിൽ ഇവർ എന്താണ് നിങ്ങൾ പ്രേക്ഷകർ തിയേറ്റർ കാണുമ്പം എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം ഈ
ഇതിനെ അത്രയും കിടലാക്കി ചെയ്ത് വെച്ചിട്ട് തിയേറ്ററിൽ വരുമ്പം അത് വേണ്ട രീതിയിലുള്ള വോളിയം ഇല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യൂല. വേണ്ട ഫെസിലിറ്റീസ് ഉള്ള തിയേറ്ററുകളും അല്ലെങ്കിലും ഫീൽ ചെയ്യൂല. പല തിയേറ്ററുകളിലും നമുക്ക് പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാം. കാരണം ഇതിന് ഒന്നും കേൾക്കുന്നില്ല, ഒരു സാധനം കേൾക്കുന്നില്ല. പല ലെയറുകളുണ്ട് ഈ സൗണ്ടിന് തന്നെ, ഒരുപാട് ലെയറുകളുണ്ട് ഇവർ വർക്ക് ചെയ്ത് വെക്കുന്നത്. കാരണം പല ശബ്ദങ്ങളും കാര്യങ്ങളും ഇതെല്ലാം കിട്ടണമെങ്കിൽ അത് അതിന്റെ പ്രോപ്പറായിട്ടുള്ള ഇതിൽ വെച്ചാലേ അത് കിട്ടുള്ളൂ. പിന്നെ സമീറ സനീഷ് കോസ്റ്റ്യൂം, റഷീദ് കാ മേക്കപ്പ്. ഇയാളെ ഒരു തമിഴ് ടച്ച് ഒക്കെ, ഒരു തമിഴ് വേരൊക്കെ ഉള്ള ഒരാളാക്കിയിട്ടുണ്ട് അല്ലേ? അത് കാണുമ്പോ ഒരു ചെറിയൊരു തമിഴ് ടച്ച് ഇല്ലേ? ശോഭന മാമിന്റെ മോളാന്നുള്ള തോന്നിയിരുന്നു. അതാരെയും പറഞ്ഞു ഒരു തമിഴത്തിക്കുട്ടി അങ്ങനെ അത് മാമിന്റെ കൂടെ ഒരു ഇത് വരും. ഇവൻ ലാൽ സാറിന്റെ കൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെരിവ് എന്തായാലും ഉണ്ടാവും. സത്യമായിട്ടും ഞാനിങ്ങനെ കോസ്റ്റ്യൂമിൽ ആള് പറഞ്ഞിരുന്നു, ഞാൻ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ചെരിഞ്ഞുണ്ടായിരുന്നു. അതേ ദിവസം തന്നെ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുമ്പോ ഇതേത് മോഹൻലാൽ, ഞാൻ എവിടെ തിരിഞ്ഞു നോക്കിയിട്ട് നീ എന്തെങ്കിലും ചെരിഞ്ഞടക്കണ. ഓക്കെ അപ്പൊ ഇപ്പൊ ചെരുവ് മോക്കാ കിട്ടിയതൊക്കെ ചെറിയൊരു ചെരുവ്. തിയേറ്റർ പോയ സമയത്തെ ഈ SI ബെന്നിനെ ഈ പറഞ്ഞ സ്ലീപ്പർ ക്ലാസ് ഓഡിയൻസ് കേറി മേയോ? സ്ലീപ്പർ ക്ലാസ് അല്ല, കാരണം എല്ലാരും ഈ മെസ്സേജസ് ഒക്കെ വരുന്നതിനൊക്കെ പുറത്ത് ഓവർസീസിലൊക്കെ ഉള്ളവരൊക്കെ പടം കണ്ടിട്ട് ആദ്യം വരുന്ന മെസ്സേജ് മിസ്റ്റർ ജോർജ് എന്നെ വിളിക്കുന്നവരെയാ, എടാ ബെന്നി കഴിവേറി, അങ്ങനെയാണ് ആദ്യത്തെ. അത് താൻ എന്തോടെ കാണിച്ചു അടിയുടെ വർത്താനമാണ് ആദ്യം വരുന്നത്. പിന്നെ ചേട്ടാ വളരെ നന്നായിട്ട് ഇഷ്ടമായത്. ഞാനിപ്പോ വനിത പടം കണ്ട് ഫസ്റ്റ് ടൈം കണ്ടപ്പോ എന്നെ ഒരു അമ്മ വന്നിട്ട് രണ്ട് കൈയും ഇങ്ങനെ പിടിച്ചിട്ടാണ് കാണുമ്പം ഒരു അടി തരണം എന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ പപ്പുചേട്ടന്റെ മോനെ അതിനെ കൊണ്ട് അതിനെ കൊണ്ട് രക്ഷപ്പെടുന്നിട്ട് അടി കിട്ടാണ്ട് എല്ലാ സ്ഥലത്തും ആദ്യം കാണുമ്പോ ഇങ്ങനെ ഈ സെറ്റിലെ ലാലേട്ടനും ശോഭന ചേച്ചിയും വന്ന സമയത്ത് ഇപ്പം അവർക്ക് ഒബ്വിയസ്ലി എത്ര മെമ്മറീസ് പപ്പുചേട്ടനെ പറ്റി അവർക്ക് ഉണ്ടാവുക. നമ്മുടെ തലയിൽ കൂടെ തന്നെ എത്രയോ പടങ്ങൾ പോകുന്നുണ്ട്. അവർക്ക് ആ ഒരു ഇത് എന്തെങ്കിലും മെമ്മറി ഷെയറിങ്ങോ ഓർമ്മകളോ അവര് പറയുന്നൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നോ? അതിന് സമയം അവർക്ക് നമ്മള് എന്താ പറയാ, നമ്മള് ആ മൊമെന്റിലല്ലേ ലിവ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ലൈക്ക് അവർക്ക് നമ്മളെ അറിയാം. അതിന്റെ ഒരു അവർക്ക് അങ്ങനെ ഒരു അച്ഛൻ എന്നുള്ള ഒരാളുടെ മെമ്മറീസ് അവര് മാമിന്റെ അടുത്ത് ലാൽസാർ ചോദിച്ച് ആളെ മനസ്സിലായോ? അറിയാം, എനിക്കറിയാം. ഞാൻ മാമിന്റെ ഒരു പരിപാടിക്ക് ഇവിടെ അറ്റൻഡ് ചെയ്തിരുന്നു കുറെ മുന്നേ. കാരണം ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് തരുണാണ് എന്നെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാമിനെ ഫസ്റ്റ്. അപ്പം ലൈക്ക് അവർക്ക് എന്താ പറയാ, അവര് സംസാരത്തിലും അവരുടെ ഞാൻ കഴിഞ്ഞ റെഡ് എഫ്എമ്മിന്റെ ഇന്റർവ്യൂവിൽ ഞാൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ അച്ഛനെ അത് തേന്മാൻകുമ്പത്തിൽ എങ്ങനെയാണോ അതിന്റെ നേരെ വിപരീതമായിട്ടാണ് ഞാനിപ്പോ ഇവർ രണ്ടാളെ ഇടയില് അമ്മാവന്റെ നേരെ അമ്മാവനായിരുന്നു. പിന്നെ പറയൂ, എന്താണ് തിയേറ്ററിലൊക്കെ പോയിട്ടുള്ള ആദ്യമായിട്ടല്ലേ ഇങ്ങനെ തിയേറ്ററിൽ പോകുന്ന ആൾക്കാരെയാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ പ്രേക്ഷകർ സ്വീകരിക്കുക എന്നുള്ളതും ഇഷ്ടം കാണിക്കുന്നതൊക്കെ എങ്ങനെയാണ്? ഞാൻ ശരിക്കും സ്റ്റണ്ടായി ഇപ്പൊ ഇങ്ങനെ ഫസ്റ്റ് ഷോട്ട് കണ്ടപ്പോ ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ കണ്ടത്. ഇതില് ഒരു ചാൻസ്, ഒരു പാർട്ടാവാൻ പറ്റിയത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് ഞാൻ വെറുതെ ഇവിടെ വീട്ടിലിരിക്കുവായിരുന്നു. ഇങ്ങനെ ചിന്തേട്ടാ ഇങ്ങനെ ചിന്താവൻ വിളിച്ചിട്ട് അതെ ഒരു കാര്യമുണ്ട്, ഞാൻ പപ്പ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇറങ്ങിപ്പോയി. ഞാനിങ്ങനെ പുറകെ ഒന്നിങ്ങനെ നിൽക്കുന്നുണ്ട്, എന്താ സംഭവം? പപ്പ മോഹൻലാലോ? മോഹൻലാലോ? ഞാനിങ്ങനെ അല്ല, ഇതെല്ലാം പറഞ്ഞ ശേഷം പപ്പ ഇങ്ങനെ പറയാ. ഞാൻ പറഞ്ഞു വെറുതെ എന്നിട്ട് ചിന്താവനെ പറഞ്ഞ് ഇത് സേഫാണ്, ഇത് പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ സത്യം തന്നെയാണോ? എനിക്ക് പേടിയോ എക്സൈറ്റ്മെന്റോ എന്തൊക്കെയൊക്കെയോ കേറി വന്നു. ഞാൻ ഇത് ഒരു മിക്സ്ഡ് ഇമോഷൻ ആയിരുന്നു. എന്നിട്ട് പപ്പ വേഗം ഓടിക്കോ 5 ഡ്രസ്സിലും ഫോട്ടോ എടുക്കാണ്ട് വേഗം ഓടിക്കോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് എന്തൊക്കെയൊക്കെയോ എടുത്തിട്ട്
ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്ത് എന്നിട്ട് പറഞ്ഞു നാളെ 3 മണിക്ക് വരണം. നാളെ 3 മണിക്ക് വരണം. അവിടെ ചെന്നു. തരുൺ സാർ ഇങ്ങനെ പറഞ്ഞു 5 മിനിറ്റ് തരാം, ഇന്ന സംഭവമാണ്, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ്. എന്നിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സ്പോട്ട് ചെയ്യണം, ഒരു സ്പോട്ട് ചെയ്യാം. എന്നിട്ട് മൂപ്പരാണ് ബാക്കിൽ നിന്നിട്ട് ഡയലോഗ് ഒക്കെ പറയുന്നത്. എന്നിട്ട് മൂപ്പര് വന്നിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു സീനാണ്. എന്നിട്ട് ഞാൻ ശരിക്കും പേടിച്ചു പോയിട്ട് അവിടെ ഞാൻ പേടിച്ചു. എന്നിട്ട് ബാക്കിലൊക്കെ കയറി ഞാൻ കരഞ്ഞു. ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ്. എന്നിട്ട് പേടിച്ചു പോയോ? പേടിയോ? ഒരു പേടിയില്ല. എന്നിട്ട് ഇൻട്രോഡക്ഷൻ ഒക്കെ ചെയ്ത് പോയി. എന്നിട്ട് ഒരു ആഴ്ചയായി, 2 ആഴ്ചയായി, ഒന്നും കേൾക്കുന്നില്ല. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്നിട്ട് വീട്ടില് ഗസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായപ്പോഴാണ് പറഞ്ഞത് സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ഒന്ന് സ്റ്റക്കായി ഒരു സെക്കൻഡത്തേക്ക്. ആദ്യം എന്റെ ബ്രദർ അവനെ വന്ന് പറഞ്ഞു, ട്വിൻ ബ്രദർ, അവൻ സിംഗറാണ്, ഇങ്ങനെ ടോപ്പ് സിംഗറിലൊക്കെ കാര്യത്തിലൊക്കെ പോയിട്ടുണ്ട്. ഫൈനൽ വരെ കേറിയിരുന്നു, പിന്നെ വിളിച്ചില്ല. പേരെന്താ? ആദ്യത്തേത്. അപ്പൊ അവൻ വന്നാണ് ഇങ്ങനെ പറയണേ. ഞാനിങ്ങനെ സ്റ്റണ്ടായി. അവന്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? മതിയോ? രണ്ടോളും ഐഡന്റിക്കൽ അല്ല, ഫെർട്ടേണൽ. എന്നാലും ഒരു ബ്രദറിന്റെ റോളുണ്ട്. ബ്രദറിന്റെ റോളുണ്ട്. അവൻ വന്നിട്ട് ഇങ്ങനെ നീ സെലക്റ്റഡ് ആയി. ഞാൻ ഇങ്ങനെ സ്റ്റണ്ടായി. എന്നിട്ട് ഇവൻ തുള്ളാൻ തുടങ്ങി. കുറച്ചേരം കഴിഞ്ഞിട്ട് എല്ലാം പ്രോസസ് ചെയ്തിട്ട് ഞാനും തുള്ളുന്നു. എന്നിട്ട് അവിടെ ഗസ്റ്റ് ഒക്കെ ഇന്നിങ്ങനെ നോക്കുന്നത് വട്ടായ ഇവരെന്ത് ഇങ്ങനെ കിടന്ന് തുള്ളത്. അല്ലെങ്കിലും ഞങ്ങൾ എപ്പോഴും അടിയാ, എപ്പോഴും അടി. കീരിയും പാമ്പ് പോലെ ഇങ്ങനെ അടിക്കും, ഇവന്റെ മുടി പിടിച്ച് വലിക്കും. ഞാനാണ് അതില് അടിക്കാരി. ആളൊരു പാവാണ്, കാണാൻ ഇങ്ങനെ സെന്റിമെന്റ്സ് അടിച്ചു പോട്ടാ. പക്ഷെ ചൊറിയാണ് വായ കൊണ്ട്. ഇതൊക്കെ അവിടെ എത്തിക്കാൻ അയ്യോ. അപ്പൊ അമ്മ ഇങ്ങനെ വന്നു പറഞ്ഞു, പപ്പയെ വന്ന് ഇങ്ങനെ പറഞ്ഞു നീ ശരിക്കും സെലക്റ്റഡ് ആയി. അപ്പൊ അമ്മ ഇവളെന്ത് കണ്ടിട്ടാണ്, ഇവളെന്ത് കണ്ടിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തേ എന്നെ കാണാൻ ലുക്കില്ലേ? അപ്പൊ പപ്പ പറഞ്ഞു ശരി എന്നാ എന്നെ ചെന്നോ എന്ന് പറഞ്ഞു. ചെന്ന് പൂജാ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാഷ്വലായിട്ട് പോവാന്ന് വിചാരിച്ചു. അമ്മ നീ ധാവണി എടുത്തിട്ട് പോയാൽ. ഞാൻ ധാവണി എടുത്ത് കൊടുത്ത് ചെല്ലുമ്പോ എല്ലാരും ടോപ്പും പാന്റും അതൊക്കെ ഇട്ടിട്ട് ഇവള് ധാവണി ഇട്ട് വന്നപ്പോ അവിടെ നോക്കുമ്പോ ഇവള് നോക്കുമ്പോ ബാക്കിയെല്ലാരും വളരെ നോർമലായിട്ട് നമ്മളത് ചൂട്ടോളൊക്കെ ഇവളെ ഈശ്വര പെൺകുട്ടിയൊക്കെയല്ലേ ഇരിക്കട്ടെ ധാവണി. ഇനി മേലാരും എന്തുവാടി സെറ്റിലേക്ക് വരുമ്പോ നോർമലായിട്ട് എന്താ കിട്ടും വന്നാ പറയാ ഇങ്ങനെ കിട്ടും. ഞാൻ അമ്മേടെ അടുത്ത് പറഞ്ഞതല്ലേ. അത് അമ്മമാരെ കാര്യമാണ് പറഞ്ഞു. അല്ല, ഒരു ബെസ്റ്റ് കാണണം. അതെ അതെ, അതെല്ലാരും അങ്ങനെ തന്നെയാ എല്ലാത്തിനും പുഷ് ചെയ്യുന്നത്. ഞാൻ ലേസിയാണ്. ഇനി ഒരു പടം വരാനുണ്ട്. ഒരു പടം വരാനുണ്ട്. ചോദിച്ചായിരുന്നോ റോള്? തരുൺ ചേട്ടൻ, തരുൺ മൂർത്തി ആൻഡ് ദിനു കപൂർ ചോദിച്ചില്ല? അല്ല, അത് അറിയാലോ. ഉണ്ട്, അറിയാലോ. പടം അറിയാലോന്നല്ല, റോളുണ്ടോന്ന്. അതായത് ഒരു റോള്, എന്റെ റോള് എനിക്കുള്ള റോൾ അവിടെ സെറ്റ് അല്ലേന്ന് ചോദിച്ചില്ല. ഛേ, മോശമല്ലേ? ചോദിച്ചോളെ ഉണ്ടെങ്കിൽ ഞാൻ എക്സൈറ്റഡ് ആണ്. ഇനി അടുത്ത പടം ഞാൻ ഇന്നലെ ചോദിക്കായിരുന്നു, അടുത്ത പടം എപ്പോഴാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. എനിക്ക് പണ്ട് ഈ ഓപ്പറേഷൻ ജാവയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സൗദികളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പണ്ട് ഓപ്പറേഷൻ ജാവയൊക്കെ പഴക്കം നമ്മള് കിലുക്കൊക്കെ പഴക്കം പറയാ. പഠിക്കുമ്പോ ഓപ്പറേഷൻ ജാവ ഇറങ്ങിയതൊക്കെ ഞാൻ ജനിച്ചു 2020 പ്രായപൂർത്തവരിട്ടാ. 2010 കോളേജ് എത്താനായി.
അത് അന്നൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന കാലം ഉണ്ടായിരുന്നു. പപ്പയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് അടിക്കും. കോവിഡിന്റെ സമയത്തല്ലേ ശരിയാണ്. നമ്മള് തന്നെ പണ്ടല്ലേ ഞാൻ 5ാം ക്ലാസ്സില് പിന്നെ 10-എത്തിയിട്ടുള്ളൂ. അപ്പോ എന്തായാലും തുടരും, ജൈത്രയാത്ര തുടരുകയാണ്. ഭയങ്കര സന്തോഷം. ഒരു വട്ടം കൂടെ കാണണമെന്നുണ്ട്. ഫൈനലി വിൻചേട്ടാ, എന്തൊക്കെയാണ് ഇനി അപ്ഡേറ്റ്സ്? ഒരു ആസിഫ് അലി പടമാണെന്നൊക്കെ ആ ലെവലിലേക്കൊക്കെ കേൾക്കുന്നുണ്ട് ഈ തരുൺ ചേട്ടൻ പടം. അങ്ങനെ കുറെ ഞങ്ങളും കേൾക്കുന്നുണ്ട്, കുറെ കഥകളൊക്കെ ഞങ്ങളും കേൾക്കുന്നുണ്ട്. സി ലൈക്ക് കാസ്റ്റ് തരുൺ ഡയറക്റ്റ് ചെയ്യുന്ന, ആഷിഖ് ഉസ്മാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ കാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ലീഡ് കാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ലൈക്ക് നമ്മൾ അതിൻ്റെ ഫൈനൽ പ്രോസസ്സിലാണ് നിൽക്കുന്നത്. സോ ലൈക്ക് ഉടനെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അനൗൺസ്മെന്റ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. വെയിറ്റിംഗ്. ഈ തുടരത്തിന്റെ കാര്യങ്ങളൊക്കെ തുടർന്ന് തന്നെ അങ്ങനെ തുടർന്ന് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അത് അനൗൺസ് ചെയ്യണം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അറിയാം ആരാണ്. അതെ, അപ്പോഴേ പറയുള്ളൂ. റണ്ണിറ്റപ്പില് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആ വലിയൊരു ബ്ലാക്ക് ഡ്രസ്സുള്ള ക്രൗഡിന്റെ കൂടെ നിങ്ങളൊരു ഫോട്ടോയും കണ്ടിട്ടുണ്ടായിരുന്നു. റണ്ണിറ്റപ്പിന്റെ പാർട്ടാവുന്നത് എന്തായിരുന്നു? കാരണം വേറൊരു ഓഡിയൻസിലേക്ക് വാസിമിന് അറിയില്ലേ, ഈ ബ്രൗൺ ക്രൂ പ്രൊഡക്ഷൻസിന്റെ വാസിമു പണ്ട് ആഷിഖേന്റെ അടുത്തൊക്കെ നമ്മൾ ഒരുമിച്ച് കളിക്കുന്നത്. അപ്പം അവനാണ് എന്നെ വിളിച്ചതിൽ കൊണ്ടുവന്നത്. കാരണം അവരെ ഫസ്റ്റ് ബിഗ് ഡോഗിന്റെ അത് ചെറിയ സെറ്റപ്പ് ആയിരുന്നു. ദിസ് ഇസ് ലൈക്ക് ഹ്യൂജ്. അപ്പം സോ ബിജോയ് ഷെട്ടിയുടെ ഡയറക്ടർ ലൈക്ക് ലാംഗ്വേജ് ബാരിയർ ഉള്ളതിനെ കൊണ്ട്, കാരണം മലയാളം, കാരണം പാലക്കാടാണ് അത് ഫുള്ള് ഷൂട്ട് ചെയ്തത്. സോ ലൈക്ക് ഇത്രയും ക്രൗഡും കാര്യങ്ങളും ഒന്ന് ഓക്കെ ആവുമെന്ന് വെച്ചു. ഐ നോട്ട്. പിന്നെ നമുക്ക് ലാംഗ്വേജ് ബാരിയർ ഇല്ല, സ്ഥലം പ്രശ്നമില്ല. ലാംഗ്വേജ് ബാരിയർ ബാംഗ്ലൂരുകാരനാണോ ആവാം, എവിടെ കൊണ്ടിട്ടല്ലേ നമ്മൾ പണിയെടുക്കുന്നത്. സോ ലൈക്ക് നമ്മളത് വിത്തിൻ 48 hours ആണ് ഞങ്ങൾ ഫുൾ പാട്ട് ഷൂട്ട് ചെയ്തത്. അത് ഒരുവിധം ആർക്കും അറിയില്ല. ഞാൻ ഒരുപാട് ഇപ്പൊ പറയുന്നത് 48 മണിക്കൂറിനെ കൊണ്ടാണ് ഞങ്ങൾ ആ പാട്ട് ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ ഫെബ്രുവരി 6-ാം തീയതി രാവിലെ ഷൂട്ട് തുടങ്ങി. 48 ഒന്നും പറയാൻ പറ്റില്ല. 6-ാം തീയതി രാവിലെ ഞങ്ങൾ ഷൂട്ട് തുടങ്ങി. 6-ാം തീയതി രാത്രി ഞങ്ങൾ ഓൾമോസ്റ്റ് ലൈക്ക് 12:30 1 o'clock ആകുമ്പോൾ പാക്കപ്പ് ചെയ്തു. സെക്കൻഡ് ഡേ രാവിലെ 7-ാം തീയതി രാവിലെ ഇതേമാതിരി തന്നെ 8:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തു. നൈറ്റ് 1:30 12:30 1 പാക്കപ്പ് ചെയ്തു. ഇത് ചെറിയൊരു പാട്ടാണോ? എത്ര മനുഷ്യരാ! ഇത് എന്തൊരു കോർഡിനേഷൻ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും. നല്ല അടിപൊളി ടീമായിരുന്നു. കാരണം എല്ലാം നല്ല പ്രീ പ്രൊഡക്ഷൻ നടന്ന നല്ല, കാരണം കറക്റ്റായിട്ട് എല്ലാം ചെയ്യാൻ പറ്റി. ഇതില്ലേ കുതിരയോർ കാള മറന്നുപോയി, കുതിരയോർ കാള ആ മോളിൽ കുതിര അത് ആ 2 ഷോട്ട് പുറത്തുനിന്നല്ലേ, അത് ചണ്ഡീഗഡിൽ നിന്ന് ഷൂട്ട് ചെയ്തു. അതും തങ്ത എന്ന് പറയുന്ന കറക്കുന്ന അവരുടെ സാധനം, അത് രണ്ടും ആ 2 ഷോട്ട് മാത്രം ചണ്ഡീഗഡിൽ നിന്ന് ഷൂട്ട് ചെയ്യാം. ബസ് ലൈക്ക് ആ മണിപ്പൂരി മാർഷൽ ആർട്ടും മർദാനി കേല് ഷൂട്ട് ചെയ്ത ഇങ്ങനെ അവര് മുമ്പ് സ്റ്റിക്ക് വെച്ചടിക്കാം. അത് പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ ഗ്രൗണ്ടാ. പിന്നെ നമ്മുടെ ഗരുഡൻ തൂക്കം ഇവിടുത്തെ ഗരുഡൻ തൂക്കം തെയ്യം. ഗരുഡൻ തൂക്കം കൊല്ലത്തു നിന്നാണ്. അനന്തു എന്ന് പറഞ്ഞ കുറച്ച് ഒരു വീഡിയോ വന്നായിരുന്നു, ഭയങ്കര വൈറലായ. അപ്പൊ എനിക്ക് അജിത്തിനെ പരിചയമുണ്ട്, ഈ ഗരുഡൻ വേഷം കിട്ടുന്ന അജിത്തിനെ പരിചയമുണ്ട്. അപ്പൊ ഞാൻ അജിത്തിന് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, അജിത്ത് ഇത് ആളാരാന്ന് ചോദിച്ചു. അവൻ അനന്തു, അവനെയും കൂട്ടി ഇങ്ങ് പോരും. അവൻ പിന്നെ തെയ്യം നമ്മള് കണ്ണൂരിൽ നിന്ന് അവൻ ആ ടീം വരിക ചെയ്തത്. കളരി അവിടെ തന്നെയുള്ള പാലക്കാട് തന്നെയാണ്. പിന്നെ ആ കൗറിയും പാലക്കാടാണ്. ഓടി കിടന്ന് ഞങ്ങൾ 2 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തു. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. നിങ്ങളോടും ഫുൾ ടീമിനോടും ഞങ്ങളും പറയണമല്ലോ, കാരണം ഞങ്ങളെ സിനിമ 2 കൈ നീട്ടി സ്വീകരിച്ച പ്രേക്ഷകരോട് ഞങ്ങൾ പറയണമല്ലോ, ഒരുപാട് നന്ദിയുണ്ട്. കാരണം ലൈക്ക് പ്രേക്ഷകർ സ്വീകരിച്ചാൽ മാത്രമേ എത്ര എന്തും നടക്കുകയുള്ളൂ. ആൻഡ് കാണാത്തവർ പോയി സിനിമ കാണുക, അഭിപ്രായങ്ങൾ പറയുക, അറിയിക്കുക. ഇയാളതും എല്ലാം ഒരുപാട് അടിപൊളി വേഷങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുക കേട്ടോ. താങ്ക് യു. താങ്ക് യു.